വായ്പാ യോഗ്യത കൂടാനുള്ള നിർദ്ദേശങ്ങൾ. പലിശ കൂടുതലുള്ളതും കുറഞ്ഞ കാലാവധിയുള്ളതുമായ വായ്പകൾ മുൻകൂട്ടി അടച്ചു തീർക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. ക്രെഡിറ്റ് കാർഡ് EMI അടച്ചു തീർക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. വായ്പകൾ അടച്ചു തീർത്തു എന്നതിന്റെ തെളിവുകൾ കൃത്യമായി സൂക്ഷിക്കുക. IT റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക രേഖകൾ കുറവുകളില്ലാതെ സൂക്ഷിക്കുക. ബാങ്ക് ഇടപാടുകൾ കൃത്യമായി പാലിക്കുക. അക്കൗണ്ടിൽ ശരാശരി ബാലൻസ് കൃത്യമായി നിലനിർത്തുക. ലോൺ എടുക്കാൻ വരുന്ന ആളുകളിൽ ഇല്ലാത്ത കാര്യമാണിത്. അവസാന ഒരു വർഷത്തിലാണിത് പരിശോധിക്കുന്നത്. തിരിച്ചടവ്, സിവിൽ ട്രാക്ക് ആൻഡ് സിവിൽ സ്കോർ നിലനിർത്തുക. ശരിയായ പണമിടപാട് നടത്തുക. ചെക്ക് ബൗൺസുകൾ വരുത്താതിരിക്കുക. തിരിച്ചടവ് ശേഷി കാണിക്കുക. കുടിശ്ശികകൾ എത്രയും വേഗം അടച്ചു തീർക്കുക. അപേക്ഷകന്റെയും സഹാപേക്ഷകന്റെയും വയസ്സ് കൂടാതിരിക്കുക. ഒരാളുടെ വരുമാനത്തിന് 40-75% വരെയാണ് ലോൺ ലഭിക്കുക. നിലവിലുള്ള ലോൺ അടവുകൾ ഈ കണക്കു പ്രകാരം പരിശോധിച്ച് യോഗ്യത കൂട്ടുക. ബാങ്കുകളിലും കസ്റ്റമേഴ്സുകളിലും ഇതെല്ലാം പലതരത്തിലാണ് കൺസിഡർ ചെയ്യുക. ഇത്തരം കാരണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞങ്ങളെ ബന്ധപ്പെടുക.